ഒരു കൂട്ടം ആളുകൾ ഇരിക്കുകയും അതിൽ ആരാണോ നിങ്ങളെ നോക്കി ചിരിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്നാണർത്ഥം. ചീത്ത സുഹൃത്തുക്കൾ നിങ്ങളെ നല്ല സുഹൃത്തുക്കളിൽ നിന്ന് തടയുന്നു. നിങ്ങളുടെ ചിന്തകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അവ പ്രവർത്തനങ്ങളുടെ തുടക്കമാണ്. ആകർഷകമായ, സ്വാഗതം ചെയ്യുന്ന സംസാരം മാത്രം സംസാരിക്കുക. മറ്റുള്ളവർക്ക് ഒരു ദോഷവും വരുത്താത്ത സംസാരം സന്തോഷകരമായ കാര്യമാണ്. വീഴ്ചകൾ ഒന്നും തന്നെ പറ്റാതിരിക്കുന്നതിൽ അല്ല മഹാത്മ്യം, ഓരോ തവണയും എഴുന്നേൽക്കുന്നതിൽ ആണ്. നിങ്ങളെ സന്തോഷത്തോടെ മാത്രം കാണാൻ ഉദ്ദേശിച്ചിട്ടുള്ള വ്യക്തിയെ ഒരിക്കലും വേദനിപ്പിക്കരുത്. ആത്മവിശ്വാസമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി. നിങ്ങൾ നിങ്ങളിൽ വിശ്വാസം അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു തുടങ്ങുന്നു. നിങ്ങൾ നിങ്ങൾ തന്നെയാണ് മുഴുവൻ പ്രപഞ്ചത്തിലെ മറ്റാരേക്കാളും നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും അർഹിക്കുന്നത്. ശബ്ദം കുറച്ച് പലിശമായ ശൈലിയിൽ സംസാരിക്കുന്ന പുരുഷന്മാരിലേക്ക് സ്ത്രീകൾ പൊതുവെ ആകർഷിക്കപ്പെടുന്നത് അവരുടെ ആത്മവിശ്വാസവും എടുത്തുചാട്ടവും ഇല്ലായ്മയും സ്ത്രീകൾ പെട്ടെന്ന് മനസ്സിലാക്കുന്നു. ഒരിക്കലും ആരെയും അമിതമായി ആശ്രയിക്കരുത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങളും നല്ലതാകുമ്പോൾ അല്ല, എല്ലാത്തിൻ്റെയും നല്ല വശം കാണാൻ കഴിയുമ്പോഴാണ് സന്തോഷം നമ്മുടെ ഉറ്റമിത്രം ആകുന്നത്. നിങ്ങളെ ബഹുമാനിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യാത്ത ഒരാളെ നഷ്ടപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഒരു നേട്ടമാണ്, നഷ്ടമല്ല. നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത്. കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രിതനും ദുർബലനും ആക്കുന്നു. വിജയം അന്തിമമല്ല, പരാജയം മാരകമല്ല, അത് തുടരാനുള്ള ധൈര്യമാണ്. വിജയതീരം കാണും വരെ ജീവിതം കൈവരികളില്ലാതെ ഒരു വലിയ തൂക്കുപാലം പോലെയാണ്. ഓർമ്മിക്കുക, നിങ്ങൾ ചുവടുകൾ വയ്ക്കുമ്പോൾ ശ്രദ്ധയോടെയും വളരെ തന്ത്രത്തോടെയും ആണ് ചുവടുകൾ വയ്ക്കുന്നത് എന്ന് ഉറപ്പാക്കുക. നിങ്ങൾ വിജയിക്കുമോ? നിങ്ങൾ തീർച്ചയായും വിജയിക്കും. നിങ്ങൾക്ക് തടസ്സങ്ങളും പ്രതിരോധവും നേരിടേണ്ടി വരും, പക്ഷേ ആത്യന്തികമായി അവ നിങ്ങളെ ഏറ്റവും മികച്ചതും അതുല്യവുമാക്കുന്നു. വെള്ളത്തിൽ നിന്ന് പഠിക്കാനുള്ള മനോഹരമായ കാര്യം, ഏത് സാഹചര്യത്തിലും ഏത് രൂപത്തിലും വെള്ളം ക്രമീകരിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ സാധിക്കണം എന്നതും എന്നാൽ ഒഴുകാൻ നിങ്ങളുടേതായ വഴി കണ്ടെത്തണം എന്നതുമാണ്. ഈ ലോകത്ത് ആരെയും അധികം ആശ്രയിക്കരുത്, കാരണം ഇരുട്ടിൽ സ്വന്തം നിഴൽ പോലും നിങ്ങളിൽ നിന്ന് അകലും. ചിലരുണ്ട് കർമ്മം കൊണ്ട് കൂടപ്പിറപ്പായവർ, നന്മ കൊണ്ട് നെഞ്ചിൽ കയറിക്കൂടിയവർ. സ്വയം സംസാരിക്കുന്ന ആളുകൾ പൊതുവെ കൂടുതൽ ബുദ്ധിശക്തി ഉള്ളവരായിട്ടാണ് കാണപ്പെടുന്നത്. നിങ്ങളുടെ കുറവുകൾക്ക് കൂടി നന്ദി പറയുമ്പോൾ അവ അനുഗ്രഹങ്ങളായി മാറും. നിങ്ങൾക്കു മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ. ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. നിങ്ങളുടെ തെറ്റുകൾ നിങ്ങളോടൊപ്പം കൊണ്ടു നടക്കരുത്, പകരം അവയെ നിങ്ങളുടെ കാൽക്കീഴിൽ വയ്ക്കുക. അത് നിങ്ങളുടെ ചവിട്ടുപടികളായി ഉപയോഗിക്കുക. വലിയ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പ്രവർത്തിക്കുക മാത്രമല്ല സ്വപ്നം കാണുകയും വേണം. ആസൂത്രണം ചെയ്യുക മാത്രമല്ല വിശ്വസിക്കുകയും വേണം. മുനയൊടിഞ്ഞ് തേഞ്ഞു തീരുമ്പോൾ ആവും മനസ്സിലാവുക ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരാനുള്ള വെറും കളർ പെൻസിലുകൾ ആയിരുന്നു നമ്മളെന്ന്. എവിടെയും ജയിക്കുന്നതിന് നിങ്ങൾ ഒന്നിലധികം തവണ യുദ്ധം ചെയ്യേണ്ടി വന്നേക്കാം. ഭൂതകാലത്തിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ തിരുത്താൻ ജീവിതം നമ്മെ അനുവദിക്കുന്നില്ല, എന്നാൽ നമ്മുടെ കഴിഞ്ഞ ദിവസത്തേക്കാൾ മികച്ച രീതിയിൽ ഓരോ ദിവസവും ജീവിക്കാൻ നമ്മെ അനുവദിക്കുന്നു. ഓരോ അവസരങ്ങളിലും അവൾ നിങ്ങളുടെ എല്ലാമെല്ലാമാണെന്ന് ആവർത്തിച്ച് തെളിയിക്കുമ്പോഴാണ് ഒരു സ്ത്രീ ഏറ്റവും സന്തോഷിക്കുന്നത്. മറ്റാരും ഇല്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്കായി ആരൊക്കെ ഉണ്ടായിരുന്നുവെന്ന് എപ്പോഴും ഓർക്കുക. ദമ്പതികൾ തമ്മിൽ സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, അവർ തമ്മിൽ സുഹൃത്തുക്കളെപ്പോലെ പഴകാൻ കഴിയാത്തതാണ് എപ്പോഴും പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം. മിക്ക ആളുകളും ജീവിതത്തിൽ പരാജയപ്പെടുന്നത് ചെറിയ കാര്യങ്ങളിൽ അനാവശ്യമായ പ്രാധാന്യം നൽകുമ്പോഴാണ്. ആത്മവിശ്വാസം കൂട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം
ഒരു മുറിയിലേക്ക് നടന്നു പോയി അവിടെ നിന്ന് സ്വയം ചിന്തിക്കുക, ഈ ലോകത്തുള്ള എല്ലാവർക്കും നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന്. സ്ത്രീകൾ മരങ്ങളിൽ നിൽക്കുന്ന ആപ്പിൾ പോലെയാണ്. ഏറ്റവും മികച്ചത് മരത്തിന്റെ മുകളിലാണുള്ളത്. പുരുഷന്മാർക്ക് പൊതുവെ ഏറ്റവും മുകളിൽ നിൽക്കുന്ന ആപ്പിൾ വേണ്ട. കാരണം അവർക്ക് താഴെ വീഴുമോ, മുറിവുകൾ പറ്റുമോ എന്ന ഭയമാണ്. പകരം അവർക്ക് പഴുത്ത് താഴെ വീണ ആപ്പിൾ മതി. അത് കിട്ടാൻ എളുപ്പമാണ്. ഒരു യഥാർത്ഥ പുരുഷന് ഒരു സ്ത്രീയെ എങ്ങും തൊടാതെ തന്നെ പ്രണയിക്കാൻ കഴിയും, അവളുടെ ഹൃദയത്തെ മാത്രം സ്പർശിച്ച്. നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നതിലൂടെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എളുപ്പത്തിൽ നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ മറ്റൊരാളുടെ പ്രേരണയാൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യവും ചെയ്യരുത്. ഞാനത് ചെയ്യില്ല എന്ന് പറയാൻ മനസ്സിനെ ബലപ്പെടുത്തണം. വിമർശനം ഒഴിവാക്കാനുള്ള 3 എളുപ്പവഴികൾ. ഒന്നും ചെയ്യരുത്, ഒന്നും പറയരുത്, ഒന്നും ആകരുത്. ഒരാളെയും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് തരം താഴ്ത്തി സംസാരിക്കരുത്. ചിലപ്പോൾ ആ മുറിവ് ഉണക്കാനോ ഒരു ക്ഷമ പറയാനോ പോലും ജീവിതത്തിൽ പിന്നീട് അവസരം ലഭിച്ചില്ല എന്ന് വരാം. ഒരു യഥാർത്ഥ യോദ്ധാവ് യുദ്ധം ചെയ്യുന്നത് തൻ്റെ മുന്നിൽ എത്തുന്നതിനെ വെറുക്കുന്നത് കൊണ്ടല്ല, മറിച്ച് തൻ്റെ പിന്നിലുള്ള സ്നേഹിക്കുന്നതിനാലാണ്. ജീവിതം എളുപ്പമുള്ളതാക്കുക എന്നത് ആകരുത് നമ്മുടെ ലക്ഷ്യം. ജീവിതത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നതാകണം. ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ ദുഃഖം. എന്നാൽ ഓരോ ഉയർച്ച താഴ്ചയിലും നിങ്ങളെ ശക്തരാക്കുന്ന പാഠങ്ങൾ നിങ്ങൾ പഠിക്കുന്നു. ഇന്നലെ ഒരാൾ മിടുക്കൻ ആയിരുന്നു, അതിനാൽ ലോകത്തെ മാറ്റാൻ അയാൾ ആഗ്രഹിച്ചു. ഇന്ന് അയാൾ ജ്ഞാനിയാണ്, അതിനാൽ അദ്ദേഹം സ്വയം മാറ്റുകയാണ്. പരിശീലനത്തിൻ്റെ ഓരോ നിമിഷവും നമ്മൾ വെറുക്കുന്നു. പക്ഷേ അപ്പോൾ നമ്മൾ ഓർക്കണം, വേണ്ട, ഇപ്പോൾ കഷ്ടപ്പെടാം, എന്നിട്ട് ജീവിതകാലം മുഴുവൻ ഒരു ചാമ്പ്യനായി ജീവിക്കാം. ഒന്നിനെയും അധികമായി സ്നേഹിക്കരുത്, നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഒന്നിനെക്കുറിച്ചും അധികമായി ആലോചിക്കരുത്, നിങ്ങളുടെ സമാധാനം കെടുത്തും. ഒന്നിനു വേണ്ടിയും യാചിക്കരുത്, നിങ്ങൾ അപമാനിക്കപ്പെട്ടേക്കാം. നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കുക. നിങ്ങൾ പുതിയ എന്തെങ്കിലും ശ്രമിക്കുമ്പോൾ അസ്വസ്ഥതയും അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വളരാൻ കഴിയൂ. നമുക്ക് മാത്രമല്ല, നമ്മൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ള സത്യം ഉൾക്കൊള്ളുക. കൊടുങ്കാറ്റിൻ്റെ നടുവിലും നല്ലതേ വരൂ എന്ന് ചിന്തിക്കുക. മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി വെക്കുക. ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിനായി നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റാരുടെയും പ്രചോദനം ആവശ്യമില്ല. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ തന്നെ പ്രചോദനമായി മാറും. മനോഹരമായ ഒരു ഹൃദയം 1000 മനോഹരമായ മുഖങ്ങളേക്കാൾ മികച്ചതാണ്. അതിനാൽ മുഖങ്ങളേക്കാൾ മനോഹരമായ ഹൃദയമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക. ചിരിയുടെ പിന്നിലെ ദുഃഖവും മിഴിയുടെ പിന്നിലെ കണ്ണുനീരും ദേഷ്യത്തിനു പിന്നിലെ സ്നേഹവും അറിയുന്നതാണ് യഥാർത്ഥ ഫ്രണ്ട്ഷിപ്പ്. വേദനയേക്കാൾ ആളുകൾ മരണത്തെ ഭയപ്പെടുന്നു. അവർ മരണത്തെ ഭയപ്പെടുന്നു എന്നത് വിചിത്രമാണ്. മരണത്തേക്കാൾ ജീവിതം വേദനിപ്പിക്കുന്നു. മരണസമയത്ത് എല്ലാ വേദനകളും എന്നേക്കുമായി തീരുന്നു. മറ്റുള്ളവരെ ചൂടുപിടിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും സ്വയം കത്തിത്തീരരുത്. അവനവനെ നശിപ്പിച്ചുകൊണ്ടാകരുത് ഒരു സൗഹൃദവും ഒരു പ്രതികാരവും. വിജയിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ളവരോട് പുച്ഛം തോന്നും. അത് മാറാൻ ഒന്ന് കാലിടറിയാൽ മതി. ഒരു പെണ്ണ് ഒരു ആണിനു വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം അവൾ അവനെ ശരിക്കും സ്നേഹിച്ചിരുന്നു എന്നാണ്. എന്നാൽ ഒരു ആൺ ഒരു പെണ്ണിനു വേണ്ടി കരഞ്ഞാൽ അതിനർത്ഥം പെൺകുട്ടിയെ അവൻ സ്നേഹിച്ചതുപോലെ വേറെ ആർക്കും ഒരിക്കലും സ്നേഹിക്കാൻ ആവില്ല എന്നാണ്. വിജയിച്ച വ്യക്തിയും ഒരു പരാജിതനും തമ്മിലുള്ള ഏക വ്യത്യാസം, ഒരാൾക്ക് മികച്ച കഴിവുകളും ആശയങ്ങളും ഉള്ളതും മറ്റേയാൾക്ക് അത് ഇല്ലാത്തതും അല്ല. മറിച്ച് വിജയിച്ച വ്യക്തിക്ക് തൻ്റെ ആശയങ്ങളെ വെല്ലുവിളിക്കാനും കൃത്യമായി കണക്കുകൂട്ടി റിസ്ക് എടുക്കാനും പ്രവർത്തിക്കാനും തയ്യാറാകുന്നു എന്നുള്ളതാണ്. സന്തോഷം എന്നത് പ്രശ്നങ്ങളുടെ അഭാവമല്ല, അവ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. നിങ്ങൾക്ക് ഇല്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇപ്പോൾ സമയമില്ല. ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുക. ഓരോ സൗന്ദര്യത്തിനും അത് കാണാൻ എവിടെയോ ഒരു കണ്ണുണ്ട്. ഓരോ സത്യവും കേൾക്കാൻ എവിടെയോ ഒരു കാതുണ്ട്. അതുപോലെ ഓരോ പ്രണയത്തിനും അത് സ്വീകരിക്കാൻ എവിടെയോ ഒരു ഹൃദയം ഉണ്ട്. ഭയം താൽക്കാലികമാണ്.
എന്നാൽ പക്ഷാതാപം എന്നും നിലനിൽക്കും. അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കൂ. സ്ത്രീകൾ പൊതുവെ പ്രായം കൂടിയ പുരുഷന്മാരെയാണ് ഇഷ്ടപ്പെടുന്നത്. കാരണം അവർ കൂടുതൽ പക്വതയുള്ളതായിട്ടും കാര്യബോധമുള്ളതായിട്ടും അവർ കരുതുന്നു. ഒരു കാര്യം മറക്കാതിരിക്കുക. നിങ്ങളോടൊപ്പം മറ്റുള്ളവരുടെ കുറ്റവും കുറവും പറയുന്നവർ നിങ്ങളെപ്പറ്റിയുള്ള കുറവുകളും നിങ്ങളുടെ അസാന്നിധ്യത്തിൽ പറയും. മനോഹരമായ ഒരു ശബ്ദം പാമ്പിനെ അതിൻ്റെ മാളത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. നിങ്ങളുടെ പാത കൂടുതൽ ദുഷ്കരമാകും തോറും നിങ്ങളുടെ വിജയത്തിൻ്റെ തോത് ഉയർന്നുകൊണ്ടിരിക്കും. നിഷ്കളങ്കരും സത്യസന്ധരും ആണ് സത്യങ്ങൾ നേരിട്ട് തുറന്നു പറയുന്നത്. പക്ഷേ സത്യങ്ങൾ ഇഷ്ടപ്പെടാത്തവർക്ക് അങ്ങനെയുള്ളവർ ശത്രുക്കളാണ്. വാച്ചിങ് മൈ വീഡിയോ.